ഹലോ, ദക്ഷ ആൻഡ് മീ എന്ന പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു നൈറ്റ് വ്ളോഗാണ് എടുക്കുന്നത്. അപ്പം നൈറ്റ് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അതെങ്ങനെയാണ് കറി വെക്കണേന്നൊന്ന് കണ്ടാലോ. നല്ല നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ്. ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് സബോള, പച്ചമുളക്, അതുപോലെ നല്ല കറിവേപ്പില ഇടുക. നന്നായിട്ട് വഴറ്റാനായിട്ട് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇത് പുതിയൊരു ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോള് നമ്മുടെ വീട്ടിൽ കിടന്ന് കല്യാണിക്കുട്ടി ഭയങ്കര ബഹളമാണ്. അമ്മ എന്നെ എടുക്ക്, എനിക്കും കൂടെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അടുക്കളയിലുള്ള എല്ലാം എടുത്ത് നശിപ്പിക്കലും മടക്കലും എന്തൊക്കെ പരാതിയായിട്ട് അമ്മമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കല്യാണി. അതെന്നതാ ഇതെന്നതാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകപ്പാടെ ബഹളമാണ്. കുഞ്ഞുങ്ങളെയായിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ സബോള നന്നായിട്ട് വഴന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോ ആയിട്ടുള്ള ഫ്ലെയിമിലായിട്ടേക്കുന്നത്, നന്നായിട്ട് വരണ്ടുകൊണ്ടിരിക്കുന്നു. കല്യാണി എവിടെ നിന്നോ തപ്പിപ്പിടിച്ച് പഞ്ചസാര ടിന്നൊക്കെ ആയിട്ട് അമ്മമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്, തുറന്നു തരാൻ പറഞ്ഞുകൊണ്ട്. എൻ്റെ അടുത്ത് അവളുടെ ഒരു കളികളും നടക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് അമ്മമ്മേനെ വരുമ്പോഴേ ചാക്കിലാക്കും, എന്നിട്ട് എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കും. അതാണ് മെയിൻ പരിപാടി കല്യാണിക്കുട്ടിയുടെ. അങ്ങനെ പഞ്ചസാരയൊക്കെ തുറന്ന് അതൊക്കെ കുറേ വാരി എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ മേടിച്ച് വെച്ച്. പഞ്ചസാരയൊന്നും കുട്ടികൾക്ക് അധികം നല്ലതല്ലല്ലോ, ഞാൻ കൊടുക്കാറില്ല. അങ്ങനെ നമ്മുടെ ഇത് നന്നായിട്ട് വരണ്ട് വന്ന് അതിൻ്റെ അകത്തേക്ക് നല്ല തക്കാളി, നല്ല പഴുത്ത തക്കാളി, ഒരു തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. അതും കൂടെ ഇനി നന്നായിട്ട് വരണ്ട് വരണം. അപ്പോൾ അതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വരണ്ട് വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി ഒരു ഏകദേശം നന്നായിട്ടൊന്ന് വരണ്ട് വന്ന സമയത്താണ് തക്കാളിക്കയും കൂടി ഇട്ടത്. അപ്പോൾ കല്യാണി പഞ്ചസാരയൊക്കെ തിന്ന് മുഖത്ത് നിറച്ചും പഞ്ചസാരയൊക്കെ ആയിട്ട് എന്നെ ഓരോരോ ഗോഷ്ടി കാണിക്കുക, തന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അടുത്ത പഞ്ചസാരയൊക്കെ കഴിഞ്ഞ് ചിക്കൻ വറുത്ത് അതൊക്കെ മേടിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ എന്നെ തിന്ന് കാണിക്കണം, ഗോഷ്ടികൾ കാണിക്കണം. ഓരോ പരിപാടികളാണ് കല്യാണിക്കുട്ടി. അത് കഴിഞ്ഞ് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത്, പിന്നെ അതിൻ്റെ അകത്തേക്ക് തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്യുന്നത്. തേങ്ങാക്കൊത്ത് ഇതുപോലെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി. ഇനി അത് നന്നായിട്ടൊരു കുറച്ച് 2-3 മിനിറ്റ് ഇളക്കിയ ശേഷം നമ്മൾ മസാലകളെല്ലാം കൂടി ഇടുക. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അതിനകത്ത് കുറച്ച് ഗരം മസാല, അങ്ങനെ പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒത്തിരി എണ്ണ ഒഴിക്കത്തില്ല, പകരം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ഇളക്കുക. ഇനി ആ വെള്ളം നന്നായിട്ട് വറ്റി നല്ല തിക്ക് രൂപത്തിലായിട്ട് വരും. അപ്പോൾ കല്യാണിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളമായി. അതുകൊണ്ട് കല്യാണിക്ക് ചോറെടുത്ത് കല്യാണിക്ക് കപ്പളങ്ങ തോരനും ചിക്കൻ വറുത്തതും കൂടെ കൂട്ടി ചോറ് കൊടുക്കുക. അപ്പം തന്നെ കഴിക്കുക. ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കല്യാണി അവിടെ ഇരിക്കുക. തന്നെ ഒന്നും ഫുഡ് കഴിക്കത്തില്ല. ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ ഇച്ചിരി ചോറുമായിട്ട് ഇരിക്കുക. അപ്പം എന്നാ കാണിക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ 1 മിനിറ്റ് കൂടെ നിന്നു. അപ്പോൾ തന്നെ ചോറൊക്കെ എടുത്ത് കഴിക്കുക. പക്ഷേ ആൾ തന്നെ കഴിക്കത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ നമ്മുടെ കറി പോയി നോക്കണമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അടുക്കളയിൽ പോയി നോക്കിയപ്പം അമ്മ അവിടെ ഇരുന്നുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു. അടിയിൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തിന് ഞാൻ പോയി കല്യാണിക്ക് ചോറൊക്കെ വാഴി കൊടുക്കുക. ചോറ് വാഴി കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ. പെട്ടെന്ന് ചവക്ക് ചോറെല്ലാം കൊടുത്ത് ഇറക്കി. അപ്പം അമ്മ അവിടെ കറി കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ചോറും കാര്യങ്ങളും എല്ലാം വാരി കൊടുത്ത് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന്. അപ്പോൾ നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് നന്നായിട്ട് തിക്ക് രൂപത്തിലായിട്ടുണ്ട്. കണ്ട, ഈ ഒരു പരുവത്തിലാവും. നന്നായിട്ട് അടിയിലൊന്നും പിടിക്കാതെ ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം. നന്നായി കഴുകി വെച്ചേക്കുന്ന ചിക്കനാണ്. അതെല്ലാം കൂടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ചിക്കൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് ആ ഗ്രേവി എല്ലാം പറ്റുന്ന രീതിയിൽ നന്നായിട്ട്
ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് അത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം, നന്നായിട്ട് വേവിക്കണം. ഒരു 5-10 മിനിറ്റൊക്കെ നമ്മൾ വേവിച്ചെടുക്കണം. നന്നായിട്ട് അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് അതവിടെ മൂടി വെച്ച്. അപ്പോൾ സമയം ഒരു 8:30-9 മണി ആയിട്ടുണ്ട് രാത്രിയിൽ. ഈ സമയത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം. ആദ്യം ആയതുകൊണ്ട് നമുക്കും ഒരു ടെൻഷനാണ്. അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നല്ല രീതിയിൽ പറ്റി കുറുക്കി വരും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ ഇത് ചിക്കനൊക്കെ റെഡിയായി. ഇനി നമ്മൾ ചോറിടാനായിട്ടുള്ള ഇതിലാണ്. ചിക്കൻ നന്നായിട്ട് നമ്മുടെ പാകത്തിന് ഇതായി നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്ക് പോലെയായി. നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ചോറും നല്ല ചിക്കൻ കറിയും പിന്നെ നല്ല ചിക്കൻ വറുത്തതും കപ്പളങ്ങ തോരനുമാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റത്തെ കറികളെന്ന് പറയുന്നത്. അത് ഞാൻ നേരെ കൊണ്ടുപോയി കെട്ടിയോന് കൊടുത്ത്, കെട്ടിയോൻ എൻ്റെ ചിക്കൻ കറിയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളും നമ്മുടെ ഈ കറിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഈ കൂടെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ